ചർച്ചയിലെ വിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ PC ജോർജ് കീഴടങ്ങിയത് ഈരാറ്റുപേട്ട കോടതിയിൽ PC ജോർജ് എത്തിയത് BJP നേതാക്കൾക്കൊപ്പം. ജോർജിന്റെ നീക്കം പോലീസ് അറസ്റ്റ് ചെയ്യാനിരിക്കെ ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസിൽ നിയമിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. ഷിനു ചൊവ്വ കായികക്ഷമതയിൽ പരാജയപ്പെട്ടു. ചിത്തരേഷ് നടേശൻ പരീക്ഷയിൽ പങ്കെടുത്തില്ല. ഇരുവർക്കും ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമനം നൽകാൻ തീരുമാനിച്ചത് മന്ത്രിസഭാ യോഗത്തിൽ. കാരക്കോണം മെഡിക്കൽ കോളേജ് പ്രവേശനക്കോഴ ED കണ്ടുകെട്ടി. 7 കോടി പരാതിക്കാർക്ക് തിരികെ നൽകും. കരുവന്നൂർ കേസിലും സമാന നടപടി. ബാങ്ക് ഇരകൾക്ക് പണം നൽകണം. 2ാം കുറ്റപത്രമുടൻ. കണ്ടല ബാങ്കിലും നടപടി. കൊടകര കുഴൽപ്പണക്കേസിൽ ഉടൻ കുറ്റപത്രമെന്നും ED. ആശാവർക്കർമാരുടെ സമരത്തെ തള്ളി CPIM. സമരം നാടകമെന്ന് പരിഹസിച്ച പാർട്ടി പത്രത്തിൽ എളമരം കരീമിന്റെ ലേഖനം. ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരം സംഘടിപ്പിക്കുന്നത് അരാജക സംഘടനകളെന്നും CITU ജനറൽ സെക്രട്ടറി. ആശാവർക്കർമാരുടെ സമരം 15ാം ദിവസം. തിയേറ്ററുകൾ അടച്ചിട്ടുകൊണ്ടുള്ള സമരം അംഗീകരിക്കില്ലെന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്ന നിലപാട് അംഗീകരിക്കാനാവില്ല. വേതനത്തിന്റെ കാര്യത്തിൽ സമവായ ചർച്ച നടത്തുമെന്നും അമ്മ. ആറളത്ത് കാട്ടാനാക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. വനമന്ത്രി പങ്കെടുക്കുന്ന സർവകക്ഷി യോഗം വൈകിട്ട്. പഞ്ചായത്തിൽ UDF BJP ഹർത്താൽ. ആറളത്തെ വീഴ്ചകൾ പരിശോധിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അവിടെ നടപ്പിലാക്കേണ്ട പരിപാടികളിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാലതാമസം ഒഴിവാക്കുക. സ്വാഭാവിക കാലതാമസമാണെങ്കിൽ ത്വരിതപ്പെടുത്തുക. അവിടെ ഏർലി വാർണിംഗ് സിസ്റ്റത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക. ഈ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കവിടെ അടിയന്തരമായി ചെയ്യാനുള്ളത്. NCP സംസ്ഥാന പ്രസിഡന്റിനെ നാളെ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പാർട്ടി പദവിയിലെ ഒഴിവ് നികത്തുമെന്ന് കേന്ദ്ര നേതൃത്വം ആരെ തീരുമാനിച്ചാലും അത് അംഗീകരിക്കുമെന്ന് മന്ത്രി. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ. നടപടി എറണാകുളം രായമംഗലത്തെ ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയതിൽ. കേസെടുത്തത് കുറുപ്പുംപടി പോലീസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നു. ശ്വാസതടസ്സത്തിന് ഓക്സിജൻ നൽകുന്നുണ്ടെന്ന് വത്തിക്കാൻ. രോഗം വൃക്കകളുടെ പ്രവർത്തനത്തെ നേരിയ രീതിയിൽ ബാധിച്ചു. ആശുപത്രി മുറിയിൽ വെച്ച് മാർപ്പാപ്പ പ്രാർത്ഥനയിൽ പങ്കെടുത്തുവെന്നും വത്തിക്കാൻ.